ആരാണ് രാഘവ് ജദ്ദ? ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. इस देश का मिडिल क्लास कमर तोड़ मेहनत करता है, लेकिन इस मेहनत के बावजूद मिडिल क्लास गरीब हो रहा है, अमीर नहीं हो रहा। जितने डेटा का पैसा हमसे लिया जाता है उतना डेटा हमें यूज करने दिया जाए, वो एक्सपायर ना हो। ये हमारे मेहनत के पैसे से खरीदा गया डेटा है सर। ആം ആദ്മിയുടെ പഞ്ചാബിലെ MP ആയ രാഘവ് ജദ്ദ പാർലമെൻറ്റിൽ ഉന്നയിച്ച വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത്. അതായത് സാധാരണക്കാരന് അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾ, അതായത് ബാങ്കിങ് പെനാൽറ്റി ചാർജ് എടുക്കുന്ന മിഡിൽ ക്ലാസിൻ്റെ മേലിൽ അധികമായി ചുമത്തുന്ന ടാക്സിനെ പറ്റി, അതുപോലെ ടെലികോം കമ്പനികൾ നടത്തുന്ന ചൂഷണത്തെപ്പറ്റി, അങ്ങനെയൊക്കെ സാധാരണക്കാരൻ അനുഭവിക്കുന്ന എല്ലാ വിഷയങ്ങളും ഇദ്ദേഹം ഹൈലൈറ്റ് ചെയ്ത് പറയുമ്പോൾ പല ഷെയറും പല മില്യൺ വ്യൂസും ഒക്കെ കിട്ടി. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടിയായ AAP, അതായത് ആം ആദ്മി പാർട്ടി തന്നെ അദ്ദേഹത്തെ ഡെപ്യൂട്ടി ലീഡർ സ്ഥാനത്ത് നിന്ന് മാറ്റി. ഇത് സംസാരിച്ചത് കൊണ്ടാണോ? അല്ല, എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ പാർട്ടി നേതൃത്വം തന്നെ പറയുന്നതൊന്ന് കേട്ടു നോക്കാം. गुजरात में आम आदमी पार्टी के कार्यकर्ताओं पे झूठे केस करके बीजेपी की पुलिस उनको जेल में डाल रही है. राघव जी उस पर आवाज उठाने से मना कर देते हैं. രാഘവ് ജദ്ദ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ആൻറ്റി കറപ്ഷൻ മൂവ്മെൻറ്റ് എന്ന അന്നാഹസാര മൂവ്മെൻറ്റിലൂടെയാണ്. 2020 ഡൽഹി നിയമസഭയിൽ MLA ആയി തുടങ്ങിയ ഈ രാഘവ് ജദ്ദ ഒടുവിൽ 2022 പഞ്ചാബിലെ MP ആയി മാറുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആം ആദ്മിയുടെ നേതൃത്വം എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ മാറ്റി നിർത്തിയതെന്ന് കൃത്യമായും വ്യക്തമായി പറയുന്നത് കേൾക്കാം. അതായത് ഇദ്ദേഹം ഇതുപോലെയുള്ള സാധാരണക്കാരൻ്റെ വിഷയങ്ങൾ ഇങ്ങനെ പാർലമെൻറ്റിൽ ഘോരം നല്ല വാക്ചാതുര്യം കൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്, നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാൾ, നമ്മളങ്ങനെ ഷെയർ ചെയ്യുന്നു, മില്യൺ വ്യൂസ് വരുന്നു. പക്ഷേ ഇതിൻ്റെ നിജസ്ഥിതി എന്താണ്? ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? ഇദ്ദേഹം നമ്മൾ വിചാരിക്കുന്ന കക്ഷിയല്ല. കാരണം ഇദ്ദേഹം ഇന്നേ വരെ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്ന ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെ സംസാരിച്ചിട്ടില്ല. നരേന്ദ്രമോദിയുടെ സർക്കാർ നടത്തുന്ന കൊള്ളരുതായ്മക്കെതിരെ ഇദ്ദേഹം സംസാരിച്ചിട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്വന്തം പാർട്ടിയിലുള്ള നേതാവായ ഈ അരവിന്ദ് കെജ്രിവാൾ പോലും ജയിലിൽ പോയ ടൈം ഇദ്ദേഹം അതിനെതിരെ സംസാരിച്ചിട്ടില്ല. 2024 2025 അദ്ദേഹം കുറ്റവാനല്ല എന്ന് കോടതി പറഞ്ഞിട്ട് പോലും ഇദ്ദേഹം അതിനെതിരെ ഒരു പോസ്റ്റോ ഒരു വീഡിയോ ചെയ്യുന്നത് കണ്ടിട്ടില്ല. അതുപോലെ ഗുജറാത്തിൽ AAPയുടെ ലീഡേഴ്സിനെ ഫാസിസ്റ്റ് ഭരണകൂടം വേട്ടയാടുമ്പോൾ പോലും ഇദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതുപോലെ NRC CA പല വിഷയങ്ങളിലും ഇദ്ദേഹം മുന്നിട്ട പോസ്റ്റുകൾ പോലും ഡിലീറ്റ് ചെയ്യുന്ന, റിമൂവ് ആക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പോക്ക് എന്നത് ഏകദേശം രാഷ്ട്രീയ നിരീക്ഷകർക്കും മറ്റുമൊക്കെ ഏകദേശം വിലയിരുത്താൻ കഴിയുന്നത് ഇദ്ദേഹം BJPയിലേക്ക് ചൂടുവെക്കാനുള്ള പരിപാടിയാണ്. അതായത് വ്യക്തിപരമായിട്ട് നിഷ്പക്ഷമായ ജനങ്ങളെ അദ്ദേഹം പറയുന്ന കാര്യങ്ങളിലേക്ക് എത്തിച്ച് ഒടുവിൽ അവിടെ നിന്ന് BJPയിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഇനി കാണാൻ നമ്മൾ പോകുന്നത്.